ഓം ശാന്തി. ജീവിതത്തിൽ പുതിയ ഒരു തുടക്കവുമായി, പുതിയ ഒരു മാറ്റവുമായി, പുതിയ ഒരു ലക്ഷ്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഇത് നിന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറയാനുള്ള 1000 ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. അതിൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിൽ റെസ്പെക്റ്റ് തോന്നുന്ന, നമ്മൾ ആരാധിക്കുന്ന അഥവാ നമുക്ക് തണലെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നാണ് ഇത്തരം കമൻസ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളതങ്ങ് സ്വീകരിച്ചു പോകും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അവരെക്കൊണ്ട് പറ്റുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു മനുഷ്യൻ എനിക്ക് വേണമെന്ന് വിചാരിച്ച് അതിനെ പൂർണ്ണമായി ഹാർഡ് വർക്കോടുകൂടി അതിൽ മുഴുകിയിരുന്നു കൊണ്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരെ തടയാൻ ആർക്കും ആവില്ല. പക്ഷേ ഇത്തരം കമൻറ്റുകൾ വരുന്ന സമയത്ത് പലരും നമ്മളുടെ അടുത്ത് ആവില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന, സ്വീകരിക്കുന്ന നമ്മളും പറഞ്ഞു പോവും, ശരിയാ, എന്നെക്കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റും തോന്നുന്നില്ല, പോകുന്ന പോലെയൊക്കെ അങ്ങ് പോട്ടെ എന്ന്. നിങ്ങളുടെ ഈ തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമാകുന്ന ഏറ്റവും വലിയ തടസ്സം അഥവാ മല എന്ന് ഞാൻ പറയും, മുന്നിൽ നിൽക്കുന്ന മലയാകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിന്നെക്കൊണ്ടിത് പറ്റില്ല എന്നൊരാൾ ഉറപ്പിച്ചു പറയുമ്പോൾ അവരോട് ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന്. എൻ്റെ അനുഭവം പറഞ്ഞു തരട്ടെ. 99% ആളുകൾക്കും എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതിന് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. അതോടെ അവർ പറയും, അല്ല ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, നിനക്ക് പറ്റുക ചെയ്ത് നോക്ക് എന്ന് രണ്ടാമത്തെ ഉത്തരം അവരിന്ന് കേൾക്കാം. കേട്ടോ, ഉറപ്പിച്ചോളൂ, ഇവർ നിങ്ങളുടെ എന്ത് പറയുമ്പോഴും വലിയ ആളാവാൻ വേണ്ടിക്കൊണ്ട് ഒരു വാചകം അങ്ങ് എറിഞ്ഞു വിടുന്നതാണ്. അതിലപ്പുറത്ത് യാതൊരു കാര്യവുമില്ല. ആ നിമിഷം അതിനവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് സ്വയം നമ്മളോട് പറയണം, എന്നെക്കൊണ്ടിത് പറ്റും, നിങ്ങളെ കൊണ്ടാണ് പറ്റാത്തത് എന്ന്. ഉള്ളിൽ, പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സങ്കല്പം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് വേണ്ട, ഉള്ളിൽ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം, എനിക്ക് പറ്റുമെന്ന്. ചില ആളുകൾ, 1% ആളുകൾ പറയും, എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല? അവർക്ക് പറയാനുള്ള കാര്യം എന്തായിരിക്കും അറിയോ? ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതായിരുന്നു കിട്ടിയത്, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇതായിരുന്നു കിട്ടിയത്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വീഴാൻ സാധ്യതയുള്ള കുഴികൾ എന്തൊക്കെയെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് അതൊക്കെ എന്ന് കരുതിയിട്ട് ഒരാൾ വീഴുന്ന കാണുമ്പോൾ ആ കുഴിയിൽ വീഴാതെ മാറിപ്പോവാനുള്ള പാഠം നിങ്ങൾക്ക് പഠിക്കാമല്ലോ. അതുകൊണ്ട് ശരിക്കും കേട്ടോളൂ. കേൾക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് പറ്റില്ല എന്ന് സ്വീകരിക്കാനല്ല, ആ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി കൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ട് പലരും നമ്മളോട് പറയുമ്പോൾ, ഒരാൾ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ സ്വീകരിക്കാതെ ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പഠിക്കാനും വായിക്കാനും ഈ കാലഘട്ടം ഒരുപാട് സഹായിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള മേഖലകൾ ഒരുപാടുണ്ട്. അതിലെന്തൊക്കെ സ്റ്റെപ്പ് വേണം, മുന്നോട്ട് പോകണം. ഇനി ഒരു വഴിയും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ, പുതിയൊരു ബിസിനസ് തുടങ്ങാനാണ്, അല്ലെങ്കിൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ്, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഗൈഡ് ചെയ്യുന്നതായിട്ടുള്ള കോച്ചുകളായ ട്രെയിനിങ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ വിഷമിക്കേണ്ട. നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കുന്ന ആ പൈസയാണ് നമ്മുടെ ലൈഫിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള പൈസയെക്കുറിച്ച് വിഷമിക്കാതെ കുറച്ച് കടം വാങ്ങി പൈസ എടുത്തിട്ടാണെങ്കിൽ പോലും ആ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യൂ. നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും. തുടങ്ങാനുള്ളതായിട്ടുള്ള ഗൈഡൻസ്. 10 ആൾ നിങ്ങളോട് പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുമെന്ന് കേൾപ്പിക്കാൻ ഒരാൾ നിങ്ങളുടെ അപ്പുറത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചാൽ എനിക്കിത് പറ്റും എന്ന് നിങ്ങൾ ഉറച്ചു നിശ്ചയിക്കുകയും ആ പറ്റാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ചെയ്യേണ്ട സ്റ്റെപ്സിനെ കുറിച്ച് ദിവസവും വായിക്കുകയും പഠിക്കുകയും അറിയുകയും പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയും ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആരൊക്കെ പറ്റില്ല പറഞ്ഞാലും നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ മനസ്സിനെ പവർഫുള്ളാക്കുക. മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഉള്ളിലെ ശക്തികളെ ഉണർത്തിക്കൊണ്ട്, മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട്, മനസ്സിലെ മാലിന്യങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ളതായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡാണ് മെഡിറ്റേഷനും പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിയും. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പോയിട്ട് പഠിച്ചു നോക്കൂ. ജീവിതത്തിൽ വേണ്ട വലിയ ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. മെഡിറ്റേഷനിലൂടെ അവനവനെ ശക്തിപ്പെടുത്തണം. മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ പോകാൻ തീരുമാനിച്ച കാര്യം, ഇനി അഥവാ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ
അവരോട് മാത്രമേ പറയാവൂ. കാണുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനൊരു കാര്യം തുടങ്ങാൻ പോകുന്നുണ്ട്, ഞാനതിനു വേണ്ടി തയ്യാറാവുന്നുണ്ടെന്ന് പറയല്ലേ. ആ കാര്യം വളരട്ടെ. ഒരു മരം പുഷ്പിക്കുന്ന സമയത്ത്, ഒരു മുല്ലച്ചെടി നട്ടിട്ട് അത് വളർന്ന് അതിൽ മുല്ലപ്പൂ വിരിയുന്ന സമയത്ത് ആ നാട്ടിലെല്ലാവരും അറിയും മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് എന്ന്. അതുവരെ ആ മുല്ലപ്പൂ ചെടി വരുന്നത് ആരും കണ്ടോളണമെന്നില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നട്ട് വളർത്തുന്ന നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിട്ടുള്ള പുതിയ സംരംഭം എന്ത് തന്നെയാണെങ്കിലും അത് അറിയേണ്ടവർ മാത്രം അറിയട്ടെ. ബ്രാൻഡ് ചെയ്യേണ്ട സമയത്ത് ബ്രാൻഡ് ചെയ്യാം. അത് ഒറ്റക്കാലിൽ നിൽക്കാതെ 2 കാലിൽ നടക്കാൻ തുടങ്ങും വരെ അധികം നിങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കാതെ വേണ്ട ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. എപ്പോഴാണോ ബ്രാൻഡിങ്ങിൻ്റെ ടൈം വരുന്നത് ആ സമയത്ത് എല്ലാവരും അറിയാവൂ. അതല്ലാതെ അതിനൊരുക്കം നടക്കുന്ന സമയത്ത് മിനിമം പബ്ലിസിറ്റി മാക്സിമം ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുന്നോട്ട് സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നങ്ങൾ പറയാവുന്നവരോട് മാത്രം പറഞ്ഞുകൊണ്ട്, ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും ആരൊക്കെ നിങ്ങളുടെ അടുത്ത് പറ്റില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്ലോഗൻ ദിവസവും കണ്ടെത്തുക, കുറച്ച് അഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക. ഞാൻ ജയിക്കാൻ ജനിച്ചവനാണ്, ഞാൻ ഒരിക്കലും പേടിച്ച് തല കുനിക്കുന്നവനല്ല, ഒരിക്കലും ഞാൻ തോൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെന്നും ജയിച്ചവനാണ്, ഞാൻ ഇപ്പോഴല്ല പലതവണ ജയിച്ചതാണ്, ഇനിയും ഞാൻ ജയിക്കും. ഇങ്ങനെയുള്ള കുറച്ച് സ്ലോഗൻസ് അഥവാ നമ്മുടെ അഫർമേഷൻ എഴുതി ഉണ്ടാക്കി രാത്രി ഉറങ്ങും മുന്നേ ഓരോന്നും മിനിമം 21 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അത് വിഷ്വൽ ചെയ്ത് ആനന്ദിച്ചുറങ്ങുകയും ചെയ്യാം. എങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്ത് ജയിക്കാൻ ജനിച്ചവരാണ്. മനസ്സുകൊണ്ട് ജയിക്കാൻ നിശ്ചയിച്ചവർ ജയിക്കുന്നു, മനസ്സുകൊണ്ട് തോൽക്കാൻ നിശ്ചയിച്ചവർ തോൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജയിക്കാൻ ജനിച്ചവരാണ്. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.